എന്നെ വെച്ചിട്ട് TRP ഈ ഒരു കേസ് വന്ന സമയത്ത് വാർത്ത ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചാനലുകാർ വീണ്ടും എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു, നിങ്ങൾക്ക് സംസാരിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം, എനിക്ക് ഇത്ര രൂപ തന്നാൽ ഞാൻ വരാം. ഓക്കെ, എന്നെ ഇൻ്റർവ്യൂ ഐ വിൽ ചാർജ്. അങ്ങനെ പോയതുകൊണ്ട് ഞാൻ തിരിച്ചു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്നെ വിറ്റവരല്ലേ, അതിൻ്റെ ഒരു പങ്ക് എനിക്കും തരൂ. ഇനിയും വിൽക്കാൻ പോവല്ലേ, അതിൻ്റെ ഒരു പങ്ക് എനിക്ക് ഇനിയും തരൂ എന്നുള്ളതാണ്. കാരണം നമ്മൾ വിൽക്കുകയല്ലേ, നമ്മളെ കണ്ടന്റ് ഇട്ടിട്ട് മില്യൺസ് ആൻഡ് മില്യൺസ് വ്യൂസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതുപോലെയാണ് അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ ഗർഭകഥ എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ മോണിറ്റൈസ്ഡ് ആയതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഡോളറുകളാണ്, യൂട്യൂബിലും ഡോളറുകളാണ്. പക്ഷേ അതുപോലെ സാധാരണക്കാരുടെ കോവാലിൻ്റെയും ശങ്കരൻ്റെയും കഥ എടുത്തിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഡോളറും കിട്ടൂല, ഒരു സാധനം കിട്ടാൻ പോകില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ന്യായമുള്ള ഗോപാലിൻ്റെയും ശങ്കരൻ്റെയും അല്ലെങ്കിൽ വല്ല സരോജിനിയുടെയും തങ്കമണിയുടെയും വാർത്തയൊന്നും ആരും കൊടുക്കില്ല. എല്ലാവർക്കും ഇതുപോലുള്ള ഹൈ പ്രൊഫൈൽ കേസുകൾ മാത്രം മതി. പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ആരെങ്കിലും കയറി റേപ്പ് ചെയ്താലോ, പോലീസ് കയറി കർണ അടിച്ച് വിളിച്ചാലോ, വല്ല അനീതി കാണിച്ചാലോ ഇവിടെ ആർക്കും വേണ്ട. ഇതുപോലുള്ള ഹൈ പ്രൊഫൈൽ കേസുകൾ മാത്രം എടുത്താൽ രാഹുൽ ഈശ്വർ കൊള്ളാം, രാഹുൽ മാങ്കൂട്ടത്തിൽ കൊള്ളാം, നമുക്ക് എടുത്ത് ഹൈപ്പ് ചെയ്യാം. തന്ത്രി കൊള്ളാം, നമുക്ക് സംഭവം തന്ത്രിയെ പബ്ലിക്കായിട്ട് വാജ്യവാഹനം കൊടുത്തു വിട്ടതാണ്. പക്ഷേ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് അത് അറസ്റ്റ് ചെയ്ത് പുള്ളിയെ കള്ളനെ പോലെ എടുത്തുകൊണ്ട് പോയി.